ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ചെറിയൊരു ഗാർഡനാണ് കേട്ടോ. അതായത് ഒരു വീട്ടിൽ ഒരാൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത്ര വെൽ സെറ്റപ്പ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഓരോ വീടുകളിലൊക്കെ കാണുന്ന നാടൻ രീതിയിലുള്ള ഒരു ഗാർഡനാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെറിയൊരു കോഴി ഫാമൊക്കെയാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം മുട്ടയൊക്കെ കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ വീട്ടിൽ കാണാൻ പോകുന്നത്, ഇത് എൻ്റെ അയൽവക്കത്തുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇതാ കലേഡിയം ചെടികളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. ആദ്യം കാണിച്ചത് ഒരു നോർമൽ വെറൈറ്റി കലേഡിയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമലല്ല, ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. എന്താ പറയുക, അതിൻ്റെ കളർ പാറ്റേണൊക്കെ അതിൻ്റെതാ ഈ പുതിയ ലീഫ് കണ്ടോ. ഈ പുതിയ ലീഫ് കണ്ടാലാണ് നമുക്ക് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. മറ്റൊക്കെ ഒത്തിരി ദിവസങ്ങളായ ലീഫാണ്, അപ്പോൾ അതിൻ്റെ കളറ് ഇതൊക്കെ ഷെയ്ഡൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ ലീഫ്. പിന്നെ ഇത് വരുന്നത് ഒരു നോർമൽ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ബലൂൺ കലേഡിയം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതാണ്. പക്ഷേ ഇത് നല്ല മിനിയേച്ചർ പോലെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ വലിയ ഒത്തിരി വില കൊടുത്ത് വാങ്ങിയ ചെടിച്ചട്ടികളിൽ അങ്ങനെയൊന്നുമല്ല സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന പോലെ കവറുകളിലൊക്കെ മണ്ണൊക്കെ നിറച്ച് ആ രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ പ്ലാന്റ്സൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. നല്ല വളമൊക്കെ കിട്ടി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ക്രിസ്മസ് കലേഡിയമാണ്. ഇതിൻ്റെ നല്ലൊരു ഹെൽത്തി പ്ലാന്റാണിത്. പിന്നെ ആ വൈറ്റ് കളറൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, എന്നാലും നല്ല ഭംഗിയാണ്. ഇത് വരുന്നതും എന്താ പറയുക, ഒരു നല്ല കുങ്കുമ കളറിൽ വരുന്ന ആ ഒരു വെറൈറ്റി കലേഡിയാണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് കലേഡിയാണിത്. എത്ര കലേഡിയംസ് ഹൈബ്രിഡ് വന്നാലും ഇതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതാ ഈ കലേഡിയം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് വരുന്നത് ഒരു ഏപ്രിൽ ലില്ലി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഇല്ല, ഒരു പിങ്ക് കളറ് ഫ്ലവർ വരുന്ന ആ ഒരു ലില്ലിയാണ് ഇത്. നമ്മൾ നോർമൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. ഇതും എല്ലാവരുടെ കയ്യിലുള്ള ഒത്തിരി നാളുകളായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. പിന്നെ ഇത് തെച്ചിയുടെ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൽ പൂക്കളൊന്നുമില്ല. ഏത് കളറാണ് പൂവെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാൻ വയ്യ കേട്ടോ. പിന്നെ അതാ ഇത് പിന്നെ ഒരു കുഞ്ഞൻ കലേഡിയം കണ്ട എല്ലാവരും ഫേവറേറ്റ് കലേഡിയമാണ്. ഇതിങ്ങനെ ഒരു ചാക്കിൽ നട്ടിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ മഴയൊക്കെ വന്നപ്പോൾ തിരിച്ച് വന്നതാണ് കേട്ടോ ആൾ. നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ അതും മഴയൊക്കെ ആയപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡ് കളറ് പൂവുണ്ടാകുന്ന ആ ഫയർ ക്രാക്കറാണ് കേട്ടോ. വലിയൊരു പ്ലാന്റാണ്, നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിന്നതാണ് മുമ്പ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ പൂക്കളൊക്കെ പോയി, ആളിങ്ങനെ പൂക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ ശോകമായിട്ട് ആൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോനെ കാണുന്നുണ്ട് കേട്ടോ. അവൻ ഈ ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചെടികളുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ ഇതൊരു ജാസ്മിൻ വെറൈറ്റിയാണ് കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ പേര് പറയാൻ അറിയില്ല. പൂക്കളില്ല ഇതിൽ. പൂക്കളുണ്ടാകുമ്പോൾ ഒന്നാകെ ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്, പക്ഷേ പേരറിയില്ല. ഇത് വന്നത് പനാമ റോസിൻ്റെ, അതിലും പൂക്കളില്ല. ഇപ്പം മഴയായതുകൊണ്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലൊക്കെ ഭംഗിയൊക്കെ പോയി തുടങ്ങി, കാരണം പൂക്കൾ കുറവാണല്ലോ. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഒരു നോർമൽ സിങ്കോണിയാണ്. ഇവിടെ ഒരു കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചാക്കുകളിലൊക്കെ മണ്ണ് നിറച്ചൊക്കെയാണ് നട്ടേക്കുന്നത്. അതുകൊണ്ട് വളരാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വലിയ ലീഫോട് കൂടിയാണ് എല്ലാം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, നല്ല വൈറ്റ് കളറൊക്കെ ആയിട്ട്. പിന്നെ ഇതൊരു നാടൻ റോസാണെന്ന് തോന്നുന്നു. ഇതിൽ ഒരു പൂവുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ. ആ പൂ ഇങ്ങനെ നല്ല വിരിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. പിന്നെ ഇതൊരു പീലിയയുടെ പ്ലാന്റാണ്. അപ്പോൾ ഇത് എന്താണെന്നറിയില്ല, അത് ഇങ്ങനെ നശിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരു ഒട്ടും ഉഷാറില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നെ ഇത് റോയോ പ്ലാന്റിൻ്റെ പിങ്ക് ലൈൻസ് ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന ഒരു വെറൈറ്റി. ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ്, നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. വെൽ അറേഞ്ച്ഡ് ഒന്നും അല്ലെങ്കിലും പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളി ഹെൽത്തിയാണ്. പിന്നെ ഇത് വരുന്നത് ഒരു പിങ്ക് കളർ റോസ്, ഒരു നാടൻ വെറൈറ്റി തന്നെയാണ്. അതിലും ഇങ്ങനെ പൂവായിട്ട് നിൽപ്പുണ്ട്. വെയിലിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് ഫ്ലവേഴ്സ് കുറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. പീച്ച് കളറിൽ ഫുൾ നല്ല ഭംഗിയിൽ അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ. പിന്നെ ഈ വരുന്നത് ഒരെണ്ണം ഒരു ഡ്രസ്സീനയുടെ, ഇത് ഡ്രസ്സീന ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്നത് ഒരു അഗ്ലോണിമ, ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസവേരിയയുടെ ഒരു മിനിയേച്ചർ ടൈപ്പ് വരുന്ന വെറൈറ്റിയാണ്. ഇത് ലക്കി ബാംബുവിൻ്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ ഇത് സാൻസവേരിയയുടെ തന്നെ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി, നല്ല വലിയൊരു പ്ലാന്റ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിരുന്ന ആ ഒരു പോട്ട് പൊട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് അതും അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് ഇത് ചെടികളൊക്കെ കാണാൻ. ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം ഈ പ്ലാന്റ്സൊക്കെ. അത്ര അധികം പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 1000 പെറ്റൽസ്. പിന്നെ ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇതിൽ ഫ്ലവർ വരും, പക്ഷേ ഇപ്പോൾ ഇതിൽ ഫ്ലവർ ഇല്ല. അതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോസൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ആന്തൂറിയം പോക്സിക്കാഡിയോ അങ്ങനെ എന്തൊരു പേരാണെന്ന് തോന്നുന്നു. അത് എലിഫൻ്റ് ഇയർ എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ളൊരു ഓർക്കിഡ് വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു അടിപൊളി പ്ലാന്റ് അവിടെ ഉണ്ട്. പിന്നെ ഇത് വാട്ടർ പോപ്പി, ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. വാട്ടർ പോപ്പിയുടെ പ്ലാന്റ് ഉണ്ട്. ഇതൊരു സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്, നാരോ ലീഫ് വരുന്നത്. അത് അടിപൊളിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ ലക്കി ബാംബുവിൻ്റെ വൈറ്റ് ഇറിഗേഷൻ വരുന്നത്. പിന്നെ ഇത് ബ്രോക്കൺ ഹാർട്ടിൻ്റെ മോൺസ്ട്ര അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ വയലറ്റ് നിറത്തിൽ നിറച്ച് പൂക്കളുണ്ടാകുന്നൊരു, വേനൽ സമയത്താണ്, വെയിൽ സമയത്താണ് ഇതിലെപ്പോഴും പൂക്കൾ ആയിട്ട് നിൽക്കുന്നത്. നിറയെ പൂക്കളുണ്ടാവും. എല്ലാം കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു പീക്കോക്ക് കലാത്തിയ എന്നൊക്കെ പറയുന്ന ഇതിൽ വരുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ്. ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടാണ് ലീഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കലാത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി പ്ലാന്റ് അവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഒരു ബിഗോണിയ, കൽത്താമര ബിഗോണിയ അങ്ങനെയൊക്കെ പറയപ്പെടുന്ന ഒരു ബിഗോണിയ നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ, ഇത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളമായിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് എപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ കാണുന്ന സമയം മുതൽ ഇത് ഇങ്ങനെയുണ്ട്. നല്ല ഭംഗിയാണ്, അതിന് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. വെറൈറ്റിയുടെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഇതും നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് വന്നിട്ടൊരു എന്താ പറയുക, സിൽവർ പോത്തോസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ വെറൈറ്റി വരുന്നതാണ്. പക്ഷെ ഇതിൻ്റെ വേറൊരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അതിലും നല്ല ഭംഗിയുള്ള ചെറിയ ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ വരുന്നത് എന്താ പറയുക, ഇതിൻ്റെ പേരെനിക്കിപ്പോൾ ഓർത്തിട്ട് കിട്ടുന്നില്ല. നല്ല പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഈ മഴ സമയത്താണ് ഈ ചെടികൾ എന്താ പറയുക, കല്ലുകളിലൊക്കെ പാറപ്പുറത്തൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എപ്പീസിയയുടെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു നോർമൽ എല്ലാവരുടെ കയ്യിലുള്ള വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഓറഞ്ച് കളർ, ഇതിൻ്റെ പൂവിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു കളറാണ്. ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ചെങ്കല്ല് കളർ എന്നൊക്കെ പറയുന്ന ഇത് ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ലീഫും നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ മറ്റേ
പലതരത്തിലുള്ള പൂക്കളുടെയും ഇലകളുടെയും ഭംഗി ഇങ്ങനെ മാറി മാറി കാണിക്കുന്ന രീതിയിലുള്ള എപ്പീസിയകൾ 1-2 വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാട്ടർ ലില്ലിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ പൂക്കളുണ്ടായിരുന്നില്ല. ഇത് യെല്ലോ കളറ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. യെല്ലോ എപ്പീഷ്യയാണ്. അതിൻ്റെ ലീഫൊക്കെ ഇച്ചിരി ഒന്ന് മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു നശിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. എന്നാലും പ്ലാന്റ് ഓക്കെയാണ്. ഈ ഒരു എപ്പീഷ്യയിൽ ഉണ്ടായിരുന്നത് പീച്ച് കളറിൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇവിടെ അട്രാക്റ്റ് ചെയ്തൊരു പ്ലാന്റാണ് ഇത്. നമ്മുടെ റെക്സ് ബിഗോണിയ വൈൻ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭംഗിയാണെന്നറിയാമോ. നമ്മൾ ആര് കണ്ടാലും ഇങ്ങനെ തൊട്ട് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്ന് നോക്കിപ്പോവും. അതുപോലെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഞാൻ പലതവണ വെച്ചിട്ടും എനിക്ക് പിടിച്ച് കിട്ടാത്ത, പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വെച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടാത്തൊരു പ്ലാന്റാണിത്. അതവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. നല്ല രീതിയിൽ അതിങ്ങനെ വളർന്ന് പോകുന്നുണ്ട്. പിന്നെ ഒരു ലക്കി ബാമ്പുവിൻ്റെയും പിന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്ന ജിഞ്ചർ കലാത്തിയ അങ്ങനെ മുതലായ ഒരുവിധം നല്ല റേറ്റിലൊക്കെ നമ്മൾ നഴ്സറികളിൽ കാണുന്ന ചെടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡൻ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എൻ്റെ ഈ ചാനലിനെയും എന്നെയും മറന്നിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പം ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.